ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ കൃപ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുത്തുകൊണ്ട് ഈ നോമ്പുകാല ചിന്തകളിലേക്ക് നമുക്ക് ഈ നിമിഷം പ്രവേശിക്കാം. നോമ്പുകാലം എങ്ങനെ നമുക്ക് ഒരുങ്ങാം, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരുങ്ങാം, കുടുംബപരമായിട്ട് എങ്ങനെ ഒരുങ്ങാം, ദേശം മുഴുവൻ എങ്ങനെ ഒരുങ്ങാം, ഇടവക മുഴുവൻ എങ്ങനെ ഒരുങ്ങാം. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് സന്ദേശങ്ങളും അതിനുവേണ്ട നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ ഈ കൊച്ചു കുടുംബത്തിൽ ഞാൻ എങ്ങനെ ഒരുങ്ങും, അതാണ് നമ്മൾ ഈ മണിക്കൂർ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ വചന ശ്രവണത്തിന് മുൻപ് ഇത് ശ്രവിക്കാനായിട്ട് ഗുഡ്നസ് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന അനേകം മക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമുക്ക് കൈകളിലെടുക്കാം, വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുക്കാം. ആദരപൂർവ്വം ചുംബിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് വായിച്ചുകൊണ്ടാണ് ഈ ധ്യാന സന്ദേശം ശ്രവിക്കുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 53 ഇന്ന് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് വായിച്ചുകൊണ്ട് നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ ഭംഗിയോ രൂപഭംഗിയോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നമ്മൾ കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴി തെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈശോയുടെ പീഡാസഹനത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. ഏശയ്യാ പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്നു, കർത്താവിന് സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി നേരത്തെ തന്നെ അത് തീരുമാനിച്ചു കഴിഞ്ഞു. പിതാവായ ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടി. ഈശോയുടെ ഓരോ മുറിവുകളും, ഓരോ മുറിവിനും എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു നീണ്ട കഥ പറയുവാനുണ്ട്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കുരിശിലെ ആ തിരുശരീരത്തിലെ ഓരോ മുറിവുകളെയും കുറിച്ചുള്ള ധ്യാനമാണ്, ഓർമ്മകളാണ് നോമ്പുകാലം. ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നടു റോഡിൽ വലിയൊരു അപകടം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പിതാവിനെ ഏക മകനാണ് നടു റോഡിൽ ആക്സിഡന്റിൽ രക്തം വാർന്ന് മരിക്കാറായിട്ട് കിടക്കുന്നത്. അലമുറ ഇട്ടുകൊണ്ട് ആ മകന്റെ അപ്പച്ചൻ ഓടി വന്നുകൊണ്ട്
ഈ മകനെ നടുറോഡിൽ നിന്ന് വാരിയെടുത്ത് വാഹനത്തിലാക്കി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് വേണമെന്നും, എന്നാൽ ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള അതിപ്രധാന ഡോക്ടർ അവിടെ ലീവിലാണെന്നും. ഒത്തിരി സങ്കടത്തോടെ ഈ അപ്പച്ചൻ അവിടെ അവരോടെല്ലാം, തൻ്റെ ഏക മകനാണ്, തനിക്ക് മറ്റു മക്കളില്ല, ഇവനിലാണ് തൻ്റെ പ്രതീക്ഷ മുഴുവനും. സങ്കടത്തോടെ കുടുംബാംഗങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർക്ക് ഞങ്ങൾ വിളിച്ചു നോക്കാം, വന്നെങ്കിൽ ഭാഗ്യം. അങ്ങനെ ഈ മനുഷ്യൻ, ഈ അപ്പച്ചൻ അവിടെയുള്ള ഹോസ്പിറ്റൽ അധികൃതരെ എല്ലാം ഒരുപാട് വഴക്ക് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഡോക്ടറെ വരുത്തണം, എത്രയും പെട്ടെന്ന് എൻ്റെ മകന് ഓപ്പറേഷൻ, എന്ത് ചികിത്സയാണെങ്കിൽ എത്രയും പെട്ടെന്ന്, എത്ര രൂപ വന്നാലും ഞാൻ അതിന് തയ്യാറാണ്, അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാം എനിക്കുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവിടെ ആകെ ബഹളം വെക്കുകയാണ്. അവസാനം ആ ഹോസ്പിറ്റലിലെ ഡയറക്ടർ പറഞ്ഞു, ഇതാ പ്രധാനപ്പെട്ട ആ വലിയ കൈപുണ്യമുള്ള ആ വലിയ ഡോക്ടർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബാംഗങ്ങളും ഈ പ്രിയപ്പെട്ട മകന്റെ അപ്പച്ചനും നോക്കി നിൽക്കെ ഈ പ്രധാന ഈ ഡോക്ടർ, ആ ഹോസ്പിറ്റലിന്റെ ജീവനാഡിയാണ് ആ ഡോക്ടർ ഓടി വന്നു. ഒന്നും മിണ്ടാതെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മകന്റെ ഓപ്പറേഷൻ ചെയ്യുകയാണ്. വലിയൊരു ഓപ്പറേഷനാണ്, മണിക്കൂറുകളെടുത്ത് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അങ്ങനെ ആ മകന്റെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടു. അവൻ ആ ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയതിനു ശേഷം ആരോടും ഒന്നും മിണ്ടാതെ ആ പ്രധാനപ്പെട്ട ഡോക്ടർ, ആ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഡോക്ടർ, എല്ലാവർക്കും ആദരണീയനായ ഡോക്ടർ ആരോടും ഒന്നും മിണ്ടാതെ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ അപ്പച്ചൻ ഈ ഡോക്ടർ മറ്റുള്ള എല്ലാ നഴ്സസിനോടും അതുപോലെ ഈ ഹോസ്പിറ്റൽ അധികാരികളോടും എല്ലാം പറഞ്ഞു, ഇതെന്തൊരു ഡോക്ടറാണ്, നിങ്ങളൊക്കെ വളരെയധികം പൂജിച്ച് ആദരിക്കുന്ന ഡോക്ടർ, പക്ഷെ കുടുംബാംഗങ്ങളോട് ഈ രോഗിയുടെ അവസ്ഥയോ സീരിയസ്നെസ്സോ എന്ത് ഓപ്പറേഷനാണ് ചെയ്തതെന്നോ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ പെട്ടെന്ന് ഓടി വരികയും ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ഇനി എൻ്റെ മകന് രക്ഷയുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ ഓടിപ്പോവുകയും ചെയ്ത ഈ ഡോക്ടറെ കുറിച്ച് എന്ത് ഡോക്ടർ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്? അയാൾ അതിനുവേണ്ടി വീണ്ടും ഈ ഹോസ്പിറ്റൽ അധികൃതരെ വഴക്ക് പറയുകയാണ്, അവിടെ ശാപത്തിന്റെ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ശാന്തമായിട്ട് ആ ഹോസ്പിറ്റലിലെ മേട്രൺ സിസ്റ്ററായ, നേഴ്സിംഗ് സൂപ്രണ്ടൻ്റായ ആ സിസ്റ്റർ അവരോട് പറഞ്ഞു, ആ അപ്പച്ചനോടും ആ കുടുംബാംഗങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഞങ്ങളെ വഴക്ക് പറഞ്ഞാലും ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട ഡോക്ടറെ നിങ്ങൾ ഒന്നും പറയരുത്. അത്രയും പുണ്യമുള്ളൊരു ഡോക്ടറാണ്, പിതാവായി ദൈവത്തിലെ ഒരുപാട് വിശ്വസിക്കുന്ന ഡോക്ടറാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മകൻ വളരെ സീരിയസ് ആയിട്ട് മരിക്കാൻ പോകുമ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ബ്ലഡും എല്ലാം അറേഞ്ച് ചെയ്ത് ഈ വലിയൊരു ഓപ്പറേഷന് നിങ്ങളുടെ മകൻ വിധേയനാകുമ്പോൾ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ ഡോക്ടറുടെ ഏക മകൻ രോഗം ബാധിച്ച് അല്പദിവസങ്ങളായിട്ട് രോഗം ബാധിച്ച് വീട്ടിലാണ്, എല്ലാ ഹോസ്പിറ്റലിൽ കൈയൊഴിഞ്ഞിട്ട് ആ മകൻ മരിച്ചിട്ട് വീട്ടിൽ ഈ നിമിഷം അവിടെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മൃതസംസ്കാര കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ ഫോൺ ചെല്ലുന്നത്, നിങ്ങളുടെ മകൻ ആക്സിഡന്റിൽപ്പെട്ട് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊരു മകനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന്. ആ ഫ്യൂണറൽ, മൃതസംസ്കാര കർമ്മം അവിടെ നിർത്തിവെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട ഡോക്ടർ ഇങ്ങോട്ട് കടന്നു വരികയും ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും തൻ്റെ മകന്റെ ഫ്യൂണറലിന് വേണ്ടി ഓടിപ്പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ അപ്പച്ചൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി. തൻ്റെ പ്രിയപ്പെട്ട മകന്റെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ട് ഞങ്ങളുടെ മകനെ രക്ഷിച്ച ആ ഡോക്ടറെ നമ്മൾ എന്താണ് പേര് വിളിക്കുക? ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം യോഹന്നാൻ 3:16 തൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്താണ് ആ തിരുവചനം? തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ പ്രിയ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന
ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇതാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിച്ച പിതാവായ ദൈവം. ഈശോയുടെ പീഡാസഹനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണവും ആ പീഡാസഹനവും മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനനം മുതൽ മരണം വരെ ഈശോ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി. പരിഹാസ്യനായ ഈശോ നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെടലുകളും തിക്താനുഭവങ്ങളും അവഗണനകളും പരിഹാസങ്ങളും ഒക്കെ നേരിടുമ്പോഴും നാം മുറുമുറുക്കുകയും എത്രമാത്രം നമ്മൾ മറ്റുള്ളവരെ ശപിക്കുകയും പഴിക്കുകയും ദൈവത്തിൽ നിന്ന് വിട്ടകലുകയും ചെയ്യുന്ന നമ്മുടേതായ ഏകാന്തതയിലേക്ക് നമ്മൾ ഉൾവലിയുന്ന ആ ജീവിതത്തിലേക്ക് നമുക്ക് ശക്തിയായിട്ട് വരുന്നു നമ്മുടെ ഈശോയുടെ പരിഹാസ്യ ജീവിതം. മറിയമല്ലേ അവന്റെ അമ്മ, തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പലപ്പോഴും അത്ഭുതങ്ങൾ, നിരവധി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയെ നോക്കിയിട്ട് പിശാചിന്റെ തലവനായിക്കൊണ്ട്, ബേൽസ്ബൂലിനെ കൊണ്ട് എന്നെല്ലാം പറഞ്ഞ് പരിഹസിക്കുന്ന, പരിഹാസ്യത്തിൽ നിൽക്കുന്ന ഈശോ. അതുപോലെ തന്നെ ഈശോയുടെ ജീവിതം മുഴുവൻ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഈശോയെ വലിയ മലയുടെ മുകളിൽ നിന്നും തള്ളിയിടാൻ ശ്രമിക്കുന്നു, കല്ലെറിയാനായിട്ട് ശ്രമിക്കുന്നു. തങ്ങളുടെ പട്ടണം വിട്ടുപോട്ടെ എന്ന് അവർ പറയുന്നു, കൽപ്പിച്ച്. അതുപോലെ തന്നെ ഈശോ സ്വന്തം നാട്ടിലെ ഈശോ അവഗണിക്കപ്പെടുന്നു. ഒരു നന്മയും ചെയ്യാൻ പറ്റാതെ നിസ്സംഗതമായി നിൽക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പീഡാസഹനത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ ഈശോ തന്നെ ഒറ്റിക്കൊടുത്തവന്റെ മുൻപിൽ മൗനം പാലിച്ചവൻ, തന്റെ വസ്ത്രം കീറിത്തുണ്ടാക്കിയപ്പോൾ മേലങ്കി കൂടി അവർക്ക് നൽകിയവൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിച്ചവൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ, വേദന ഓരോ കോശങ്ങളിലും രക്തം ചിന്തി വേദന ഓരോ കോശങ്ങളിലും വേദന അനുഭവിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓർസ്ലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ മാത്രം കരുണാർദ്ര സ്നേഹം, ഏകനായി ഏകാന്തവാസിയായി കുരിശിൽ കിടക്കുമ്പോഴും തൻ്റെ ഏക ആശ്രയമായ തനിക്ക് ആരുമില്ല, തൻ്റെ അമ്മ മാത്രം, ആ അമ്മയെ പോലും ലോകത്തിന് പ്രദാനം ചെയ്ത ഈശോ തൻ്റെ അമ്മയെ അന്ത്യസമാനമായിട്ട് കുരിശിൻ ചുവട്ടിൽ വെച്ച് ലോകത്തിന് വിട്ടുകൊടുത്ത ഈശോ, തന്നെ മറന്ന ഈശോ, മുൾക്കിരീടം വെച്ച് ആ ശിരസ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2:15-19 വരെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരമാകുന്ന ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ഈശോയുടെ ശരീരമാകുന്ന ദേവാലയം അവരെല്ലാം വിസ്മയിച്ചു പോയി. 46 സംവത്സരം കൊണ്ട് പണിത ഈ ദേവാലയം 3 ദിവസം കൊണ്ട് നശിപ്പിച്ച് അവൻ പുനരുദ്ധരിക്കുമോ? ഈശോ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയമാണ്. ശരീരമാകുന്ന ദേവാലയത്തിന്റെ മുകൾ ഭാഗം, റൂഫ് എന്ന് പറയാം, മുകൾ തട്ട്, കൂർത്തുമൂർത്ത മുള്ളുകളാൽ മുൾക്കിരീടം മെനഞ്ഞുകൊണ്ട് ആ ദേവാലയത്തിന്റെ മുകൾ ഭാഗം മുൾക്കിരീടം കൊണ്ട് ചുറ്റപ്പെട്ട് അടിച്ചു വെച്ചു, തകർത്തു വെച്ചു. ഈ ദേവാലയം, ഈശോയുടെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ അടിത്തറ, അടിസ്ഥാനമാണ് പാദങ്ങൾ, 2 പാദങ്ങൾ. അതും ആണി വെച്ച് തകർക്കപ്പെട്ട് ബന്ധിച്ചു വെച്ചു. ഈശോയുടെ ശരീരമാകുന്ന ദേവാലയമാണ് പാർശ്വഭാഗങ്ങൾ, 2 കൈകൾ, പാർശ്വം, ദേവാലയത്തിന്റെ പാർശ്വഭാഗങ്ങൾ, 2 കൈകൾ ആണി വെച്ച് തകർത്ത് ബന്ധിച്ചു വെച്ചു. ഈ ശരീരമാകുന്ന ദേവാലയമാണ് നശിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതാണ് യെശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായത്തിലെ നമ്മൾ ഇതുവരെ ശ്രവിച്ചു. തുടക്കത്തിലെ നമ്മൾ ഒരുമിച്ച് വായിച്ച ആ ഭാഗം, ഈ നോമ്പ് കാലത്ത് മുഴുവനും ഈ ഭാഗം വായിക്കുന്നത് നല്ലതാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
സങ്കീർത്തനങ്ങൾ 34:5 നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവൻ അവർ നോക്കി നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും സങ്കീർത്തനം 34:5 വരുമ്പോൾ അവനെ നോക്കിയവർ പ്രകാശിതരായി. നോക്കണം, നോക്കി നിൽക്കണം, പ്രകാശിതരായി. ഇവിടെ വെച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കുടുംബം ഒരുമിച്ച് ഈ നോമ്പുകാലം, കുരിശിന്റെ വഴികളുണ്ട്, മത്സ്യം മാംസം തുടങ്ങിയ ഭക്ഷണ നോമ്പുകളുണ്ട്, പല ഉപവാസങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതുവരെയുള്ള എല്ലാ വർഷത്തെക്കാളിലും ഒരു വ്യതിരക്തമായിട്ട് ഈ വർഷത്തെ ഈ നോമ്പുകാലം, ഈ 50 നോമ്പുകാലം ദിവസം എൻ്റെ കുടുംബം ഞങ്ങൾ എങ്ങനെ ഒരുമിച്ച് ഈ നോമ്പുകാലം ഏതെല്ലാം വിധത്തിൽ ഒരു ക്രമീകരണം, ഒരു ടൈം ടേബിൾ, വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബം, ഒരുപക്ഷെ അപ്പൻ അമ്മ മമ്മി ഡാഡി 2 മക്കൾ 3 മക്കളുള്ള ഒരു കുടുംബമായിരിക്കാം. അന്ന് നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ തലേ ദിനം, ഈ ദിവസങ്ങൾ നമ്മളൊന്ന് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് നമുക്ക് ഈ നോമ്പുകാലം എങ്ങനെ ആചരിക്കണം, ഇന്ന് വരെ നമ്മൾ ചെയ്യാത്ത വിധത്തിലുള്ള ഒരു നോമ്പുകാലം. പലപ്പോഴും വിശുദ്ധ എപ്രാസ്യമ്മ പറയും, ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും ഇതെന്റെ അവസാനത്തെ ബലി, നാളെ എനിക്ക് അർപ്പിക്കാൻ സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ. ഇതെന്റെ അവസാനത്തെ കുമ്പസാരം, നാളെ എനിക്ക് കുമ്പസാരിക്കാൻ ഇനിയൊരു സാധ്യതയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും സഹോദരികളുമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അന്ന് തന്നെ എപ്രാസ്യമ്മ പറഞ്ഞു തീർക്കും. കാരണം നാളെ ഒരു രാവിലെ എഴുന്നേറ്റ് എൻ്റെ സഹോദരങ്ങളോട് എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറയാൻ എനിക്ക് സാധിക്കുമോ, ഞാൻ ഈ രാത്രി തളർന്നു പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ നിമിഷം നമ്മൾ കുടുംബം ഒരുമിച്ചിരുന്നു കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഒരു പക്ഷേ അരമണിക്കൂർ കുടുംബം ഒരുമിച്ച് ബൈബിൾ ഉറക്കെ വായിക്കുന്നതായിരിക്കാം നമ്മൾ എടുക്കാൻ പോകുന്ന പ്രതിജ്ഞ. അങ്ങനെയുള്ള ചില പ്രതിജ്ഞകൾ എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യാസപ്പെട്ട് നമ്മൾ ഈ വചന ശ്രവണത്തിന് ശേഷം എല്ലാവരും ഇരുന്നിട്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നു. പിന്നീട് കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് വ്യക്തിപരമായി എൻ്റെ കിടക്കയിലിരുന്ന് ഞാനൊന്ന് ധ്യാനിക്കുന്നു. കർത്താവേ, ഈ നോമ്പുകാലം, ഈ 50 ദിവസം എന്തൊക്കെയാണ് നിനക്ക് ഇഷ്ടമില്ലാത്തത് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തേണ്ടത്, നിനക്കിഷ്ടമില്ലാത്തത്. അല്ലെങ്കിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നത് പോലെ നമുക്ക് ചോദിക്കാം, വിശുദ്ധ കുരിശിന് യോജിക്കാത്തത്, വിശുദ്ധ കുരിശിന് ചേരാത്തത്. അമ്മ ത്രേസ്യ പുണ്യവതി എല്ലാ ആശ്രമങ്ങളോടും എപ്പോഴും പറയാറുണ്ട്, പുതിയ പുതിയ ആശ്രമങ്ങൾ പണിതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തിരുസഭയുടെ വീരപുത്രിയായ അമ്മ ത്രേസ്യ പുണ്യവതി തൻ്റെ ആത്മീയ മക്കളോട് എപ്പോഴും ഉപദേശം പറഞ്ഞു കൊടുക്കും. വിശുദ്ധ കുരിശെടുത്ത് കൈകളിൽ പിടിച്ചുകൊണ്ട് എല്ലാ മാസത്തിലും ഒരു ദിവസം നിങ്ങളുടെ മുറിയിൽ നിന്നുകൊണ്ട് ചോദിക്കണം, ഈ വിശുദ്ധ കുരിശിന് ചേരാത്തത്, വിശുദ്ധ കുരിശിന് ഇഷ്ടമില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മുറിയിൽ, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ഇഷ്ടങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ വലിച്ചെറിയേണ്ടത്, കുപ്പ പോലെ വലിച്ചെറിയേണ്ടത്? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും എൻ്റെ മുറിയിലുണ്ടോ, എൻ്റെ ജീവിതത്തിലുണ്ടോ, ഈ ആശ്രമത്തിലുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ കുരിശ് പിടിച്ചുകൊണ്ട് ചോദിക്കണം എന്ന് പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിലും അത് വളരെ അർത്ഥവത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈ നോമ്പ് കാലത്തിലെ എല്ലാ ദിവസവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ 5 തിരുമുറിവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സിസ്റ്റർ ധ്യാനിക്കുമ്പോൾ കാണുന്നത്, ഈശോയുടെ ദേഹത്ത് മുറിവുകളില്ലാത്ത ഒരു സ്ഥലമില്ല. ശരീരമാസകലം മുറിവുകളാൽ വ്രണമാക്കപ്പെട്ട ഒരൊറ്റ ശരീരം. നമ്മൾ ധ്യാനിക്കണം. ഈശോയുടെ മുൾക്കിരീടം തൊട്ട് ശിരസ് തൊട്ട് കാൽപാദം വരെ ഓരോ മുറിവുകളും ധ്യാനിക്കുക. അത് നമ്മുടെ ഏക ആശ്വാസമാകുന്നു. ഈ ദിവസങ്ങളിൽ ക്രൂശിത ധ്യാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും പിറുപിറുക്കുകളും ഉത്കണ്ഠകളും ആവലാദികളും എല്ലാത്തിൽ നിന്നും വിട്ടകലുവാനും വിടുതൽ ലഭിക്കുവാനും ക്രൂശിത ധ്യാനം നമ്മളേറെ സഹായിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ കുരിശ് രൂപത്തിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് ഈശോയുടെ ക്രൂശിത രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ശിരസിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം.
എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുശിരസിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരുരക്തത്താൽ സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർത്തുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ലോകം മുഴുവനെയും തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുത്തോളിലെ ആരാലും അറിയപ്പെടാത്ത തിരുത്തോളിലെ ആഴമായ മുറിവിലെ തിരുരക്തത്താൽ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും ലോകം മുഴുവനെയും തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുകരങ്ങളിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും, നമുക്ക് നിയോഗങ്ങൾ കൂട്ടിച്ചേർക്കാം, എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എൻ്റെ ശുശ്രൂഷ മേഖലകളെയും തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ചാവറയച്ചൻ പുണ്യവാൻ എപ്പോഴും പറയുമായിരുന്നു, ദൈവത്തെ അപ്പാ എന്നല്ലാതെ ഞാൻ എന്താണ് വിളിക്കുക? ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് വിശുദ്ധ ചാവറയച്ചൻ പറയുമായിരുന്നു, അപ്പനെ വികൃതമാക്കിയ മകൻ, അപ്പനെ വികൃതമാക്കിയ മകൻ, ഞാനാണ് അപ്പനെ വികൃതമാക്കിയത്. ആത്മാനുതാപത്തോടുകൂടെ നീണ്ട മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അങ്ങനെയാണ് വിശുദ്ധ ചാവറയച്ചൻ പ്രാർത്ഥിച്ചിരുന്നത്. ഓരോ നിമിഷവും നടക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു നേഴ്സാണെങ്കിൽ നേഴ്സിംഗ് ചെയ്യുമ്പോൾ, ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചിങ് ചെയ്ത് കിട്ടുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുശരീരത്തിൽ നിന്നൊഴുകുന്ന, ഓരോ കോശത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകം മുഴുവനെയും തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് ലോകം മുഴുവനും കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈ ലോകത്തിലുള്ള ഈശോയെ അറിയാത്ത സർവ്വ മക്കളും വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് വരുന്നത് വരെ ഞാൻ അസ്വസ്ഥമാണെന്ന് ഫുൾട്ടൻ ജെഷീൻ എപ്പോഴും പറയുമായിരുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് നമ്മുടെ അമ്മ ലോകം മുഴുവനും ഓടി നടക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി നമ്മുടെ അമ്മ ഓടി നടക്കുമ്പോൾ, ശത്രുതയുടെ അന്ധകാരത്തിന്റെ മക്കൾ ഓടി നടന്ന് അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിച്ചത്തിന്റെ മക്കൾ, പ്രകാശത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ, ഈശോയുടെ മക്കൾ എന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? സംശയിച്ചു പോകുന്നു. ഒരിക്കൽ ഒരു പ്രശസ്തനായ ഒരു വ്യക്തി തൻ്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുൻപ് വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരു റൂം ബുക്ക് ചെയ്തു. AC, എല്ലാ സൗകര്യങ്ങളും വേണം, നോർമൽ ഡെലിവറി ആകണം, ഒരുപാട് ഡിമാൻഡ്സ്, അത്രയും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ ഭാര്യയ്ക്ക് മുറിയൊക്കെ ബുക്ക് ചെയ്തു. അവള് ഡെലിവറിയുടെ ടൈമായി. വലിയൊരു പ്രമുഖനായതുകൊണ്ട് പ്രമുഖ വ്യക്തികളോട് കൂടെ വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അവര് സിസ്റ്റേഴ്സ്, അവര് നഴ്സുമാരെല്ലാം കൂടി റൂം കൊടുത്തു, എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു റൂം. പ്രസവ സമയമെടുത്തു. അയാൾ ആ റൂമിലേക്ക് കടന്നു വന്നു. കിട്ടിയ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ അയാൾ കണ്ടത് ആ ചുമരിന്റെ ഭിത്തിയിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു. അയാൾ പറഞ്ഞു, ഈ നഴ്സുമാരോട് പറഞ്ഞു, ഞാനൊരു നിരീശ്വരവാദിയാണ്, ഈ റൂമിൽ ഒരു ദൈവത്തിന്റെ രൂപവും പാടില്ല. അപ്പോൾ ഈ സിസ്റ്റർ, ഹെഡ് ഓഫ് ദ നേഴ്സ്, ശാന്തമായിട്ട് പറഞ്ഞു, ഈ ഹോസ്പിറ്റല് ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സായിട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്. ഇവിടെ എല്ലാ മുറികളിലും ഞങ്ങളല്ല ഈ സ്ഥാപനം നയിക്കുന്നത്, ക്രൂശിതനായ ഈശോ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ മുറികളിലും ക്രൂശിത രൂപം സ്ഥാപിച്ചിട്ടുണ്ട്, അതെടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ പോവുകയാണ്, സമയമായി, എൻ്റെ ഭാര്യ, കുഞ്ഞ്, ഇവരെ പ്രസവ സമയവും ഈ ദിവസങ്ങളും ഒരു ദൈവത്തെയും കാണാൻ പാടില്ല, അതെൻ്റെ നിർബന്ധമാണ്. ഞാനൊരു നിരീശ്വരവാദിയാണ്, എനിക്ക് ദൈവമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം. നിർബന്ധമായിട്ടും അയാൾ അവിടെയുള്ള ഡയറക്ടർ എല്ലാവരും പ്രശ്നങ്ങളാക്കിയിട്ട്, കാരണം ലേബർ റൂമിലേക്ക് അവളെ കയറ്റി കഴിഞ്ഞു, വേറെ ഹോസ്പിറ്റലിൽ പോകാൻ പറയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ആ ക്രൂശിത രൂപം എടുത്തു മാറ്റുകയാണ് ആ മുറിയിൽ നിന്ന്.
അടുത്ത സ്ഥലത്ത് കൊണ്ടുവച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു. കുഞ്ഞിനെ സ്വീകരിക്കാൻ 1000 മക്കളാണ് അയാളോട് കൂടെ നിൽക്കുന്നത്. അത്രയും പ്രശസ്തനായ, അത്രയും സമ്പന്നനായ, കോടീശ്വരനായ മകനാണ്. അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. നോർമൽ ഡെലിവറി, നല്ല സുന്ദരിയായ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. പുറത്തേക്ക് ഈ സിസ്റ്റേഴ്സ് കൊണ്ടുവന്നപ്പോൾ, നേഴ്സസ് കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തന്നെയായിരിക്കണം എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ആൾ വലിയൊരു ഇതിൽ കുഞ്ഞിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്ററിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞ്, തൂക്കം എത്രയാണ്, ടൈം എപ്പോഴാണ്, വെയിറ്റ് എല്ലാം ചോദിച്ചറിയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, അമ്മയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, നോർമൽ ഡെലിവറി, നല്ല വെയിറ്റുള്ള കുഞ്ഞാണ്, വളരെ നല്ല ഇതാണ്, നല്ല സുഖപ്രസവമായിരുന്നു, ഒന്നിനും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു പ്രശ്നമുണ്ട്. പീഡിയാട്രിക് ഡോക്ടർ, അതായത് കുട്ടികളെ നോക്കുന്ന ഡോക്ടർ വന്നിരുന്നു. എല്ലാം ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ, ഡെലിവറി സമയത്ത് കുട്ടികളുടെ ഡോക്ടർ എപ്പോഴും അവിടെ നിൽക്കും, നിയോനേറ്റൽ ഡോക്ടർ, കുഞ്ഞിനെ നോക്കാനായിട്ട്, ചെക്കപ്പ് ചെയ്യാൻ. അങ്ങനെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇയാൾ ചോദിക്കുകയാണ്, എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു, സഹോദര, സൗഭാഗ്യവാനായിട്ടാണ് ഇവിടെ നിങ്ങൾ നിൽക്കുന്നത്. എല്ലാം വളരെ സമ്പന്നമാണ്, സുഖപ്രസവമായിരുന്നു, എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്, പെൺകുഞ്ഞാണ്, നല്ല സുന്ദരി, നല്ല കളറുള്ള, നല്ല തുടുത്ത കോമളമായ കുഞ്ഞ്, ഒന്നിനും കുറവില്ല. പക്ഷേ ഒരു കുറവുണ്ട്. നിങ്ങളുടെ പെൺകുഞ്ഞ് ചുമരിലിരിക്കുന്ന ക്രൂശിതനായ യേശുവിനെ എന്നല്ല, നിങ്ങളെ തന്നെയും കാണാൻ സാധിക്കില്ല. അയാൾ ചോദിച്ചു, കാരണം എനിക്കിപ്പോൾ അറിയണം. നിങ്ങളുടെ കുഞ്ഞിനെ മറ്റെല്ലാം നോർമൽ, പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ല. അതുകൊണ്ട് ദൈവത്തെ എന്നല്ല, മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെ ആരെയോ ഈ കുഞ്ഞ് കാണാനായിട്ട് സാധിക്കില്ല. ജന്മനാൽ ബ്ലൈൻഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ലൂക്ക 18:27, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്ററിന് പറയാനുള്ളത്, ഈ നോമ്പുകാലം ക്രൂശിതനെ കുറിച്ചുള്ള ഒരു ധ്യാനമാകട്ടെ. ഓരോ മുറിവുകളെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഈശോയുടെ മുറിവുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു ധ്യാനം, ക്രൂശിതനെ കുറിച്ചുള്ള ഒരു ധ്യാനം. വീട്ടിൽ നമുക്ക് കുരിശിൻ്റെ വഴി കഴിക്കാം, കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന്. ഓരോ മുറികളിലൂടെ പോയിട്ടും കുരിശിൻ്റെ വഴി കഴിക്കുന്ന ധാരാളം പ്രേക്ഷിതരെ സിസ്റ്ററിന് അറിയാം. നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ചെയ്യാം? ഇന്ന് തന്നെ നമുക്ക് തീരുമാനമെടുക്കാം, ഒരു ഡയറിയിൽ കുറിച്ച് വെക്കാം. ഒരു നവീകരണം, ഒരു മാനസാന്തരം, ഈശോയോടുകൂടെയുള്ള, ക്രൂശിതനോടുകൂടെ സഹന പുഷ്പങ്ങളായിട്ടും, സഹനം എല്ലാം നമ്മൾ ഏറ്റെടുക്കാം. സഹനമില്ലാതെ കിരീടമില്ല. ആ സഹനം നോമ്പ് കാലത്തിലെ നമുക്ക് ചോദിച്ചു വാങ്ങിക്കൊണ്ട് ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് സഹിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തി നമുക്ക് ലഭിക്കട്ടെ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.